ചാമ്പകളിൽ അപൂർവമായിട്ട് ഉണ്ടാവണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചാമ്പയാണ് നമ്മുടെ ഉമ്മർ ചാമ്പ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാമ്പ ചെടിയിൽ തന്നെ ധാരാളം ചെടികൾ നമുക്ക്, അതും ഈ ചെറിയ പ്ലാന്റിൽ തന്നെ ഇതേ കണ്ടോ, ഈ കുഞ്ഞൻ പ്ലാന്റിൽ ഇപ്പോഴേ പൂത്ത് നിൽക്കാനുള്ള ടിപ്പ് എന്താണ്, അതാണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യണത്. അപ്പൊ നമുക്ക് ഒട്ടും നേരം കളയാണ്ട് നേരെ വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും പിയർസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. ഇതേ നമ്മളൊരു വെറൈറ്റി ചാമ്പ കാണിക്കാം കേട്ടോ. ഇത് ഉമ്മർ ചാമ്പ എന്നാ പറയാ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നല്ല നല്ല ഡാർക്ക് ചുമപ്പ് കളറാണ്. അതുപോലെ ഭയങ്കര ടേസ്റ്റ് തന്നെ, ഭയങ്കര ടേസ്റ്റ്. ഇതിൽ അപൂർവമായിട്ട് ഒന്നോ രണ്ടെണ്ണോ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ഉണ്ടല്ലോ നമുക്ക് ധാരാളമായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഇവിടെയൊക്കെ പൂത്തുണ്ട് കണ്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഇതൊന്ന് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഇതിൽ കാണാം. ദേ ഒക്കെ നമ്മൾ ലെയർ ചെയ്തു എന്ന് മാത്രമല്ല, ഇതിന് വേര് വന്നു. അപ്പൊ ലെയർ ചെയ്തിട്ട് വേര് വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാം എങ്ങനെയാണ് ലെയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളും. അതുപോലെ തന്നെ ഇത് ലെയർ ചെയ്ത് കഴിഞ്ഞ് വേര് വന്ന് നമുക്ക് എങ്ങനെ അറിയാം, അതെങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഒരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നമുക്ക് എങ്ങനെ നടാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒത്തിരി ഉപകാരമാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റ് ഉണ്ടായാൽ മതിയേ. ഏതെങ്കിലും ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് ധാരാളമായിട്ട് അതിന് പ്ലാന്റ് ഉണ്ടാകാനുള്ള അടിപൊളി ടിപ്പായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മരമുന്തിരിയുടെ വീഡിയോ എല്ലാവരും കണ്ടു. ഒത്തിരി പേര് അതിനെ പറ്റിയിട്ട് പറയുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ വളങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ മരമുന്തിരിയുടെ തൈകളും ഒക്കെയും ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അതിനുള്ള മറുപടിയൊക്കെ ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. ഇനിയും അതിനെ പറ്റിയിട്ട് അറിയാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് അതേ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ഉത്തരങ്ങളും കിട്ടും കേട്ടോ. അപ്പം ഇതിനും നമ്മൾ ഈ വളമൊക്കെ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഈ എന്താ പറയുക ലെയറിങ് എങ്ങനെയാണ് എന്നുള്ളത് അത് നോക്കാം. അപ്പം അതിനു മുമ്പ് നമുക്ക് ലെയർ ചെയ്തതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ അല്ലേ. അപ്പം നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ ഒരു ബ്ലേഡാണ് വേണ്ടത് കേട്ടോ. ഒരു ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം എങ്ങനെയാണ് ലെയർ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. അപ്പം നമ്മളിവിടെ ലെയർ ചെയ്തതിൻ്റെ അടിയിലായിട്ടാണ് നമ്മളിതേ കട്ട് ചെയ്ത് എടുക്കണത്. അപ്പോൾ ബ്ലേഡ് വെച്ചിട്ട് സൂക്ഷിച്ച് നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, അപ്പം നമ്മളങ്ങനെ ഇതിൽ ലെയർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഈ ലെയർ ചെയ്ത് വെച്ചിട്ട് ഉള്ളത് ഇതേ മുട്ടിട്ടുമല്ലോ അല്ലേ, ഇതേ പൂത്തിട്ടുണ്ട്. അപ്പം ഇതിലൊക്കെ ഇനി കായ് പിടിക്കും. അപ്പം നമുക്ക് ഈ ചെറിയ ചെടിയിലും ധാരാളം കായ്കൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. നല്ലൊരു മദർ പ്ലാന്റിൽ നിന്ന് നമ്മളിങ്ങനെ ലെയർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആവും. അപ്പം ഇത് ശരിയായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം വേണമല്ലോ നമുക്കിത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ പ്രൂൺ ചെയ്യാന്നുള്ളത് അറിയാം. കണ്ടോ, ഇത് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണേക്കാൾ മുമ്പ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. കണ്ടോ, ഇവിടെ വേര് വന്നത് നിങ്ങൾക്ക് കാണാം അല്ലേ. കണ്ടു ഇങ്ങനെ. അപ്പം നമ്മളിങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് കവറിൽ വേണം ഇതാക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ഇതേപോലെ കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനെ വേര് വന്നു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. അത് മറക്കരുത്. പിന്നെ നല്ലൊരു ബ്ലേഡ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് മുറിഞ്ഞു കിട്ടില്ല. അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മാത്രം മതി. ഇതേ കണ്ടല്ലോ അല്ലേ. കണ്ടുവോ വേരൊക്കെ പിടിച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് അങ്ങനെ നടേ വേണ്ടു. പിന്നെ ഒന്നുമില്ല. കണ്ടു ധാരാളം വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കണം അല്ലേ. നമുക്കപ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് പോട്ടി മിക്സ് തയ്യാറാക്കുക എന്നുള്ളത്. നമ്മൾ അങ്ങനെ ഇതേ പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് നമ്മൾ മണ്ണിര കമ്പോസ്റ്റ്, ചകിരി കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, റോക്ക് ഫോസ്ഫേറ്റ്, പിന്നെ ചാണകപ്പൊടി, അതൊക്കെ കൂടെ നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് നമ്മളിവിടെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ആവശ്യാനുസരണം ഞാനിപ്പോൾ ചെറിയൊരു ചട്ടിയിലാണ് ഇത് പിടിപ്പിക്കണേ. ഇതപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുമല്ലോ അല്ലേ. ഇതൊരു വെറൈറ്റിയാണ്. അതുകൊണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഇതിലേക്കും എങ്ങനെയാണ് മാറ്റി നട് എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ ചെറിയൊരു ചട്ടിയിൽ, ഇതിപ്പോൾ സാധാരണ നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന ചെറിയൊരു ചട്ടിയിൽ നമ്മൾ ഇതാക്കി ഇനി അതിൻ്റെ നടുവിൽ ചെറിയൊരു കുഴി എടുക്കാം. നമ്മൾ പോട്ടി മിക്സൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, ഒക്കെയും കറക്റ്റാണ്. ഇനി നമ്മൾ അതിൻ്റെ നടുവിലായിട്ട് ഒരു കുഴി എടുത്തു. ഇനി ഇത് ഇറക്കി വെച്ചു. ഇതേ നമ്മൾ
കൈ വെച്ച് ഒന്ന് നന്നായിട്ട് അമർത്തി. ഇപ്പൊ വേരൊക്കെ വന്നിട്ടുള്ളതാണ്. ഇത് പോവും എന്നുള്ള യാതൊരു ടെൻഷനും വേണ്ട. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പോട്ടി മിക്സ് കറക്റ്റുമാണ്. അപ്പൊ നമ്മള് ഇതില് വീണ്ടും പോട്ടി മിക്സ് ഒക്കെ കുറച്ചൊക്കെ കൂടി ഇട്ട് അമർത്തി ഇതായി നമ്മളിതിന് ഹ്യൂമിക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് 2 ദിവസം വേണമെങ്കിൽ നമുക്ക് തണലത്തോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചാമ്പയ്ക്ക ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് നമ്മൾ ലെയർ ചെയ്യുക എന്നുള്ളത് കാണണമല്ലോ അല്ലേ? അപ്പൊ അതിനായിട്ട് വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ നോർമൽ ചകിരി കമ്പോസ്റ്റ് മാത്രം മതി. ഇനിയിപ്പോ ചകിരി കമ്പോസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ചാണകം ഉണ്ടെങ്കിൽ ആവാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഇടാറൊന്നുമില്ല. നമ്മുടെ ചകിരി കമ്പോസ്റ്റ് വളരെ നല്ലതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് സ്യൂഡോമോണസും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചകിരി കമ്പോസ്റ്റില് സ്യൂഡോമോണസ് മിക്സ് ചെയ്തതാണ്. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചകിരി കമ്പോസ്റ്റ് നനവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വാങ്ങുന്ന ചകിരി കമ്പോസ്റ്റിൽ നനവില്ലെങ്കിൽ മാത്രം നനച്ചു കൊടുക്കുക. നമ്മുടെ കമ്പോസ്റ്റിൽ നനവുള്ളത് കൊണ്ട് ഞാൻ നനച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയത് എടുക്കണം. അത് ഞാൻ പറഞ്ഞു, കാരണം ഇങ്ങനെ നമ്മൾ ലെയർ ചെയ്യണ സമയത്ത് വേര് വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഒരു ട്രാൻസ്പെറൻറ്റ് കവറിലോട്ട് ഇതിട്ട ശേഷം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു വള്ളി വെച്ച് കെട്ടാം, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് വെച്ച് കെട്ടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ഞാൻ തൽക്കാലം ഇതിങ്ങനെ ആക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം ഇതിങ്ങനെ പരത്തിയിട്ട് നമ്മളിവിടെ ഒന്ന് കീറിക്കൊടുക്കുക. കണ്ടോ, ഇവിടെ കീറിക്കൊടുക്കുക. ഇത്രയും മനസ്സിലായല്ലോ അല്ലേ? ട്രാൻസ്പെറൻ്റ് ആയ ഒരു ഇതെടുത്ത് ചകിരി കമ്പോസ്റ്റും അതുപോലെ സ്യൂഡോമോണസും ഇട്ട് നമ്മളിങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് അതേ കീറി കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഏത് കമ്പാണ് നമുക്കിപ്പം ഈ കമ്പ് വേണം. ഇപ്പം നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടു ഇതാക്കി വെച്ചിട്ടുണ്ട്. 1, 2, 3, 4 എണ്ണം നമ്മൾ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് 3-4 എണ്ണം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ സാഫ് അപ്ലൈ ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. അപ്പൊ നമ്മൾ ഇത്ര എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മള് ബാക്കി ഇനി നമുക്കിപ്പം നിങ്ങൾക്ക് ഇതിപ്പോ കട്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇവിടെ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എവിടെയാണ് കട്ട് ചെയ്യാൻ പോണത് അവിടെ വെച്ച് ഇത് വെക്കുക. എന്നിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് കെട്ടാം. അപ്പൊ നമുക്ക് അതൊന്ന് കെട്ടാം കേട്ടോ. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ സഹായത്തോടു കൂടി ചെയ്യാം. അപ്പം നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനിപ്പോൾ ചെയ്യണതാണ് ഒറ്റയ്ക്ക്. കാരണം ഒരാളും കൂടി ഉണ്ടെങ്കിലാണ് നമുക്കിത് നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്തിട്ട് കെട്ടാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരാൾ പിടിക്കുക, ഒരാൾ കെട്ടുക, അങ്ങനെ ആകുമ്പോഴാണ് അത് ശരിയാവുള്ളൂ. അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ ചെയ്യണം. അപ്പം നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ കെട്ടണം. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ 1-2 ആഴ്ചക്ക് വെള്ളമൊന്നും നനച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിതിൽ തോന്നുമ്പോൾ ഈർപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി നമ്മുടെ ചെടിക്ക് നനയ്ക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നനയ്ക്കുമ്പോൾ അതിന് വെള്ളം നനവ് കിട്ടിയോളും. അപ്പം പിന്നെ നമ്മളിങ്ങനെ നോക്കണം, ഇതിലിങ്ങനെ വേര് വന്നു കണ്ടു, ഇതിൽ വേര് വന്നിട്ടുള്ള നമുക്ക് കാണാനുണ്ട്. ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്ക് 1, 2, 3, 4 ചെടികൾ വീണ്ടും കിട്ടും. കണ്ടു. അപ്പോൾ ഇത് വളരെ നല്ലൊരു കാര്യമാണല്ലോ അല്ലേ? അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ ഈ ഒരു രീതിയല്ല വേറെ രീതിയാണെങ്കിലും നമുക്ക് പറഞ്ഞു തരിക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യണമെങ്കിൽ അങ്ങനെയും പറഞ്ഞു തരിക. അപ്പോൾ എനിക്കറിയുന്ന ഒരു അറിവാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആവാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല നമ്മൾ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ.